ആംശയോടുകൂടി വീറും വാശിയുമൊക്കെയായി ഇരു കരകളിലും ഇങ്ങനെ തിങ്ങി നിറയുമ്പോൾ എന്റെ പ്രിയമുള്ള തുടച്ചിൽക്കാരെ, അതിന്റെ ക്യാപ്റ്റന്മാരെ, അതിന്റെ സ്പോൺസർമാരെ, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഇതിന്റെ സംഘാടകർ 2 മണിക്കെന്ന് പറഞ്ഞാൽ 2 മണിക്ക് തന്നെ അതിന്റെ ജലഘോഷയാത്ര ആരംഭിക്കുന്നതിന് വേണ്ടി ഈ ജലരാജാക്കന്മാർ ആ തലയെടുപ്പോടുകൂടി ആ കാഴ്ചയാണ്. ആ കാഴ്ച കണ്ടു വേണം നമുക്ക് നമ്മുടെ ഈ മത്സര വള്ളംകളികളൊക്കെ തന്നെ ആരംഭിക്കാൻ. അതോടൊപ്പം തന്നെ നമുക്ക് ൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഈ ജലമാമാങ്കത്തെ കയ്യും നെയ്യും മറന്ന് സ്നേഹത്തോടെ വാരിപ്പുണരുന്ന പുതുതലമുറയെ കാണുമ്പോൾ എനിക്ക് ഈ പേരുകൾ വായിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അത്ര ആവേശമാണ്, അത്ര താല്പര്യമാണ്. സൂചിപ്പിച്ചു, നമ്മളുടെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ ആഘോഷങ്ങളൊക്കെ ചുരുക്കിയപ്പോൾ നമ്മളുടെ ഈ ബിയങ്കായലിൽ 10,000-കണക്കിന് കാണി സുഹൃത്തുക്കളെ, ഓൾവേസ് മുത്തു ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ നമ്മളെ ഏവരും കാത്തിരുന്ന പൊന്നാനി BM കായൽ ജലോത്സവം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ 2 മണിക്ക് ഇവിടെ എത്തി. 2 മണിക്ക് എത്തി, ഇങ്ങനെ ആൾക്കാരൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. പിന്നെ വെള്ളങ്ങൾ 20 ജൂനിയറും സീനിയറൊക്കെ ആയിട്ട് 25 വെള്ളമാണ് ഇവിടെ ഉള്ളത്. വഞ്ചികളാണ് ഉള്ളത്. വലിയ വഞ്ചിൽ 22 ആൾ, ചെറുതിൽ 12 ആൾ, അങ്ങനെയാണ് തുഴച്ചൽ. ആൾക്കാരൊക്കെ ഇങ്ങനെ എത്തി തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എല്ലാ സ്ഥലത്തും ഒന്നിങ്ങനെ കറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആൾക്കാരൊക്കെ സജ്ജരായി കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂർ വേണം. എന്തായാലും 3 മണിക്ക് എന്തായാലും തുടങ്ങുള്ളൂ. പിന്നെ അതിനിടയ്ക്ക് പൊതുസമ്മേളനം, ചെറിയൊരു പരിപാടി കണ്ട് പിന്നെ നമ്മളിവിടെ വാട്ടർ ജെറ്റ് സ്റ്റേജിൻ്റെ അടുത്തുള്ളൊരു വഞ്ചി തന്നെയാണ്. അപ്പോൾ ഇവിടെ തുഴ കൊടുക്കൽ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. കാരണവർ തുഴ കൊടുത്ത് അവരെ യാത്രയാക്കാണ്, അനുഗ്രഹിക്കുക, യാത്രയൊക്കെ ജയിച്ചു വാ എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു ചടങ്ങ് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. അപ്പോൾ ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ ഇതിനു മുന്നേ കായൽ കുതിരൻ്റെ ഒരു തുഴവെടുക്കൽ ചടങ്ങ് ഞാൻ എടുത്തിരുന്നു. അപ്പോൾ അതൊക്കെയാണ് സംഭവം. എന്തായാലും വീഡിയോ പരമാവധി 2 മണി തുടങ്ങിയിട്ട് 7 മണി വരെ എന്തായാലും ഉണ്ടാവും. 5 മണിക്കൂറുള്ള വീഡിയോ ആണ് അത്. പരമാവധി ഇങ്ങനെ കുറച്ച് ഒരു 4 വീഡിയോ ആക്കിയിട്ട് ഇടണം. ഒരു 15 മിനിറ്റ് 15-20 മിനിറ്റൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഇടണം വെച്ചിട്ടാണ്. എന്തായാലും 1 മണിക്കൂർ ഉണ്ടാവും. അതായത് 4 വീഡിയോ എന്തായാലും ഉണ്ടാവും. 1-ാം ഭാഗം, 2-ാം ഭാഗം, 3-ാം ഭാഗം, 4-ാം ഭാഗമായിട്ട്. അപ്പോൾ എല്ലാവരും കണ്ട് പിന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. ഇതുവരെയുള്ള സപ്പോർട്ട് ഇനി ഉണ്ടാവണം. കുറ്റങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ. കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്.
പ്രിയമുള്ളവരെ, ഇങ്ങനെ ഓരോ വള്ളങ്ങളും നമ്മളിവിടെയാണ്. ആ പടക്കൊമ്പൻ നമ്മുടെ പവലിയനെ ലക്ഷ്യമാക്കി TBCയുടെ പടക്കൊമ്പൻ അങ്ങനെ അവര് അയ്യടാ പോയടാ എന്നുള്ള താളത്തിൽ അങ്ങനെ ആ അമരക്കാരനൊക്കെ എഴുന്നേറ്റ് നിന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാൻ TBCയുടെ പടക്കൊമ്പൻ. സ്നേഹമുള്ളവരെ, എല്ലാ വഞ്ചികളും കോസ്മോസ് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ വള്ളത്തിന്റെ പ്രതിനിധികൾക്ക് മാത്രമുള്ള ഇരിപ്പിടമാണ്. മറ്റുള്ളവർ മാറിക്കൊടുത്ത് സൗകര്യം ചെയ്യേണ്ടതാണ്. എല്ലാ നമ്മളുടെ ഈ പ്രോഗ്രാമിൻ്റെ മത്സരവള്ളംകളിയുടെ ജഡ്ജ്മെന്റ് നിയന്ത്രിക്കുന്ന ഖാദർ മാഷ് എത്രയും പെട്ടെന്ന് തന്നെ ഈ പവലീനിൽ എത്തിച്ചേരുവാനായിട്ട് സ്നേഹപൂർവ്വം ഓർമ്മക്കാരെ, അതിൻ്റെ ക്യാപ്റ്റന്മാരെ, തുഴച്ചിൽ ക്ലബ്ബുകാരെ, നമ്മുടെ മത്സരവള്ളംകളി ഞാൻ കാണുന്നുണ്ട്. ഇത്രയേറെ ജനരാജാക്കന്മാർ ഒരുമിച്ച് ഇത്ര മനോഹരമായിട്ടുള്ള എനിക്ക് തോന്നുന്നു നെഹ്റു വള്ളങ്ങൾ. കാരണം അവിടെ 70ഓളം ജലരാജാക്കന്മാർ, ചുണ്ടൻ വള്ളങ്ങൾ, ഇരുട്ടുകുത്തി, വെപ്പ് വള്ളം, അങ്ങനെ ഒരുപാട് വള്ളങ്ങൾ അവിടെ വരുമ്പോൾ ഇത് ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം. എൻ്റെ നാട് ഗോതുരുത്താണ്, എറണാകുളം ജില്ലയിൽ. ഗോതുരുത്തിലെ ഈ 22-ാം തീയതി വള്ളംകളി നടക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നാണ് അവിടെ വഞ്ചിക്ക് വലിക്കാൻ വരുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഹോം ടീമാണ് അല്ലേ. മുഴുവൻ കാണുന്ന അവരൊക്കെ ഇങ്ങനെ വഞ്ചിയിൽ ഇങ്ങനെ തുഴയെറിയാനായിട്ട് കാത്തിരിക്കുമ്പോൾ ആരാണ് ഈ മത്സരത്തിലെ വിജയി എന്ന് പ്രവചിക്കാനും പ്രവചിപ്പിച്ച് പറയാനും കഴിയാത്ത ഒരു വിധത്തിലുള്ള മത്സരമാണ്. നമുക്കറിയാം, ചക്കയാണെങ്കിൽ അത് നല്ല ചക്കയാണോ എന്ന് മുറിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. തേങ്ങയാണെങ്കിൽ നല്ല തേങ്ങയാണോ എന്ന് പൊട്ടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷെ മത്സരം പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ മത്സര വള്ളംകളി നടക്കുമ്പോഴും നമുക്ക് മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് ചേർത്ത് നിർത്തേണ്ട ഒരു മലയോര ഗ്രാമമുണ്ട്. വയനാട് മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും നമ്മുടെ സഹോദരങ്ങൾ, സഹോദരികൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, ഉറക്കത്തിൽ അലിഞ്ഞുപോയ, വെള്ളത്തോട് ചേർന്ന് പോയ കുറേ ജീവിതങ്ങൾ, അവരുടെ പാവനമായ സ്മരണയ്ക്ക് മുന്നിൽ, ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട്, പ്രണാമം അർപ്പിച്ചുകൊണ്ട് BM കായൽ ബോട്ട് റേസിംഗ് ജനകീയ കമ്മിറ്റി ഇവിടെ നടത്തുന്ന ഈ ജലമാമാങ്കത്തിൽ അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കാം. കിടക്കുക, നിരന്ന് കിടക്കുകയാണെങ്കിൽ, കാരണം നിങ്ങൾ അങ്ങോട്ട് തുഴഞ്ഞു പോകേണ്ടതാണ്. കടലോളം കഴിവുള്ള ഒരു മത്സരമാണ്. നമുക്കറിയാം, ഒരുപാട് ദുരന്തങ്ങൾക്കിടയിലും കായൽക്കൊമ്പനും ജലറാണിയും അതുപോലെ തന്നെ എല്ലാ മത്സര വള്ളങ്ങളും ഈ സ്റ്റേജിന് മുന്നിലേക്ക് എത്ര രസകരമായിരിക്കും. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇതിപ്പോൾ ലൈവ് ചാനലും ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ. ഇതാണ് ഒരു മത്സരം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മത്സരത്തിൻ്റെ ആദ്യം തുടക്കം നിങ്ങളാണ്, അവസാനവും നിങ്ങളാണ്. അപ്പോൾ ആ മത്സരം കാണാനാണ് ഇവിടെ ഇത്രയേറെ കാണികൾ നിറഞ്ഞു കവിഞ്ഞു തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ജലരാജാക്കന്മാരും മൈനർ വിഭാഗത്തിലെയും മേജർ വിഭാഗത്തിലെയും തീർച്ചയായിട്ടും ഈ ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ ഇതിൻ്റെ ക്യാപ്റ്റന്മാരോടും അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലബ്ബുകാരോടും ഒക്കെ ഇത് പറയണം. 1.5 മാസത്തോളമായി നിങ്ങൾ എല്ലാവരും ഈ കായലിൽ കിടന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇന്ന് അവസാന നിമിഷത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രയത്നത്തിന്റെ ഭാഗമായി BBRCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 1ാമത് വള്ളംകളിയാണ്. അതിന്റെ തുടക്കം തന്നെ വർണ്ണശബളമായി അതിമനോഹരമാക്കുന്നതിന് വേണ്ടി എല്ലാ വള്ളങ്ങളും സഹകരിക്കേണ്ടതാണ്. എല്ലാ വള്ളങ്ങളും ഫിനിഷിംഗ് പോയിന്റിലേക്ക്
തിരിച്ചു നിർത്തി പവലിയന്റെ മുന്നിൽ അണിനിരക്കണമെന്ന് അറിയിക്കുകയാണ്. ഫിനിഷിംഗ് പോയിന്റിലേക്ക് അണിനിരത്തി എല്ലാ വള്ളങ്ങളും നിൽക്കേണ്ടതാണ്. അങ്ങനെ തെയ്യാരമ്പാടി തുടകളെറിഞ്ഞ് വെള്ളത്തിൽ വെള്ളി നക്ഷത്രങ്ങൾ വിരിയിച്ചു കുറിച്ച് അങ്ങനെ രാജാക്കന്മാർ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ചുള്ളിക്കാടൻ അല്ലെ, ചുള്ളിക്കാടന്റെ ക്യാപ്റ്റൻ ഇവിടെ നിന്നുകൊണ്ട് എന്റെ ചുള്ളിക്കാടാ, നീ ഇങ്ങനെ നാണം കുടുങ്ങി നിൽക്കാതെ ഈ പവലിയന്റെ മുന്നിലേക്ക് ഒന്ന് കടന്നു വാ മക്കളെ എന്ന് പറയുമ്പോൾ 25 ജലരാജാക്കന്മാർ അങ്ങനെ കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യ വിസ്മയപ്പെട്ട ആ നാഴികക്കൽ എന്ന് പറയുന്നത് വഞ്ചിപ്പാട്ടാണ് അല്ലെ. അങ്ങനെ വഞ്ചിപ്പാട്ട് എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ വസ്ത്രങ്ങൾ, തനതായ വസ്ത്രങ്ങളൊക്കെ സെറ്റുമുണ്ടൊക്കെ ധരിച്ച് അങ്ങനെ സുന്ദരി മണികളായി ആ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ അവരുടെ കണ്ടനാളങ്ങളിൽ നിന്ന് ഒരു വഞ്ചിപ്പാട്ടിന്റെ ഈണം ഇങ്ങനെ ഒഴുകി എത്താനുള്ള ആ നല്ല ഒരു വഞ്ചിപ്പാട്ടോടുകൂടി തന്നെ നമ്മളുടെ ആ ജലഘോഷയാത്ര അങ്ങനെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും കൊച്ചുകുട്ടികൾക്ക് വരെ ഈ വള്ളംകളിയുടെ ആവേശമൊക്കെ പകർന്നുകൊണ്ട് കണ്ട് ആ കൊച്ചുകുട്ടി എത്ര ശ്രദ്ധയോടുകൂടെയാണ്, എനിക്ക് തോന്നുന്നൊരു 3 മാസം ആയിട്ടുള്ള ആ കൊച്ചുകുട്ടിയെ കൂടെ ഈ വള്ളംകളി കാണാനായിട്ട് അവൻ്റെ സിരകളിലേക്ക്, അവൻ്റെ ഞരമ്പുകളിലേക്ക് ഈ വള്ളംകളിയുടെ ആവേശം അലയടികൾ കേൾക്കണം. കണ്ട ആ മഞ്ഞ ഉടുപ്പിട്ട് ആ കൊച്ചുകുട്ടി കയ്യടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ജനങ്ങൾ, നമുക്കറിയാം, ഈ ബിയ്യങ്കായലിൻ്റെ മാറോടടക്കി പിടിച്ച് സ്നേഹിക്കുന്ന ഈ കായൽപ്പരപ്പിലെ ജലമാമാങ്കം കാണാനായിട്ട് ഇങ്ങനെ ജനങ്ങൾ ഇങ്ങനെ തിങ്ങി നിറയുമ്പോൾ അതിലേറെ അഭിമാനമുണ്ട്. കാരണം ഇവിടുത്തെ ഈ ആളുകളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ ജഡ്ജസ് അവിടെ എത്തിക്കുമ്പോൾ അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങ് അറ്റത്ത് അവിടെ മുന്നിലാണ് ഒട്ടും വിട്ടുകൊടുക്കുന്നത്
കൊടുക്കാതെ വജ്രയും അങ്ങനെ പിടിക്കപ്പെടാൻ അയ്യടാ പോയടാ എന്നുള്ള ഗ്രാമത്തിൽ അങ്ങനെ നീല ജേഴ്സി വരയിൽ വീഴ്ച അങ്ങനെ ഒരു പുഷ്പം പോലെ അവരങ്ങനെ അങ്ങനെ 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 അവരങ്ങനെ ഇങ്ങനെ കടന്നു വരുന്ന അങ്ങനെ പറന്ന് ചാടി അങ്ങനെ വജ്രയും പുലിക്കക്കടവനും ഉജ്ജ്വലമായ ഒരു പോരാട്ടം തന്നെ നടത്തിക്കൊണ്ട് നമ്മുടെ രണ്ട് വഞ്ചികളും അഭിനന്ദനങ്ങൾ നേരുകയാണ്. ആദ്യപാദ മത്സരത്തിൽ ഒട്ടും തന്നെ ആവേശം ചോരാതെ രണ്ട് വള്ളങ്ങളും അവരുടെ മൂന്നാമത്തെ ട്രാക്കിലൂടെ വീരപുത്രൻ, അതാ ഒരു വീരപുത്രൻ ഞങ്ങൾ തന്നെയാണ് ഈ ജലോത്സവത്തിലെ ജേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കടന്നു പോകുന്ന ഒരു കാഴ്ച, അങ്ങനെ ഫിനിഷിംഗ് പോയിന്റിലെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ്. നമുക്കറിയാം ഒരു മത്സരം കാഴ്ചവെക്കാൻ അവർ ഇരുവരും ശ്രമിക്കുന്നുണ്ട്. എങ്കിൽ തന്നെ ഒരല്പം മുന്നിൽ സൂപ്പർ ജെറ്റാണ് ഒട്ടും തന്നെ വിട്ടുകൊടുക്കാൻ അവരുടെ നമുക്കറിയാം അമരൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമനക്കാരും അങ്ങനെ കുത്തിയിറങ്ങി ഇങ്ങനെ കടന്നു വരുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ ചെറുപ്പക്കാരാണ് ഈ വള്ളങ്ങളിലുമൊക്കെ ചെറുപ്പക്കാരെ 12 പേര് കയറി വലിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള മത്സരം നമ്മുടെ മുന്നിലൂടെ കായൽപ്പടയും സൂപ്പർ ജെറ്റും തമ്മിലുള്ള ഒരു ഉജ്ജ്വലമായ മത്സരം ഇങ്ങനെ കടന്നു വരുമ്പോൾ നമ്മളുടെ 4ാം പാദ മത്സരത്തിന് അവിടെ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തടിച്ചുകൂടിയതെന്ന് പറയുമ്പോൾ അങ്ങനെ മിഖായേലും വടക്കുന്നാഥനും കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ഒപ്പത്തിനൊപ്പം ഒന്ന് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ കൂടി ആവേശകരമായ രീതിയിൽ രണ്ട് വഞ്ചികളും അങ്ങനെ തുഴയെ എറിഞ്ഞുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിനെ മുത്തമിട്ടുകൊണ്ട് കടന്നു വരുമ്പോൾ ഇതൊരു മത്സരമാണ്. ഒരു വഞ്ചി ജയിക്കും, ഒരു വഞ്ചി പരാജയപ്പെടും. പക്ഷേ ഇതൊന്നും ഇവിടെ തീരുന്നില്ല. ഇനിയുമുണ്ട് ഈ വർഷം മത്സരങ്ങൾ. അവിടെയൊക്കെ ഞങ്ങൾ വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കടന്നു വരുന്ന ആവേശകരമായിട്ടുള്ള ഈ 4ാം പാദ മത്സരം അങ്ങനെ കടന്നു പോവുകയാണ്. ഏറ്റവും ആവേശകരമായിട്ടുള്ള മൈനർ വിഭാഗത്തിന്റെ 4 പാദ മത്സരങ്ങൾ അങ്ങനെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടത് എല്ലാം മനോഹരമായ കാഴ്ചകളാണ്. ഇനി കാണാൻ പോകുന്നത് അതിലേറെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ. ഈ ഓണനാളിൽ നല്ലൊരു സദ്യ, നല്ലൊരു വിരുന്നൊരുക്കി ഈ വള്ളംകളി ഇവിടെ അവര് രാജാവ് യുവരാജാക്കന്മാരവിടെ വരുമ്പോൾ കായൽക്കുതിര വെള്ളത്തിൽ വെല്ലാൻ ഞങ്ങളെക്കാൾ മറ്റാരാണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് കായൽക്കുതിര അങ്ങനെ കടന്നു വരുമ്പോൾ പച്ച ജേഴ്സി നിങ്ങളൊന്ന് കണ്ണു തുറക്കൂ. കായൽക്കുതിരയാണോ യുവരാജയാണോ ഒരു പോരാട്ടത്തിന്റെ ചരിത്രം യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ യുവരാജയും അതോടൊപ്പം തന്നെ കായൽക്കുതിരയും തമ്മിലുള്ള പ്രോത്സാഹനമായ ഒരു മത്സരത്തിന് വേദിയൊരുക്കിക്കൊണ്ട് ഒരു നല്ല മത്സരം നമുക്ക് മുന്നിലൂടെ നടത്തിവിട്ട ആ കായൽക്കുതിരയുടെയും യുവരാജാവിന്റെയും എല്ലാ പ്രോത്സാഹനം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും 5ാം പാദ മത്സരത്തിന്റെ അതിന്റെ റിസൾട്ട്, നമ്മളുടെ റിസൾട്ടുകൾ ജഡ്ജ് നമുക്കോട് തരണം. നമ്മൾ മണിക്കൂറുകൾക്ക് മുമ്പേ ഇരു കരകളിലും വള്ളങ്ങളിലുമായിട്ട് ഇങ്ങനെ മത്സരം ആസ്വദിക്കാൻ ഇവിടെ എത്തിയത് ആവേശകരമായിട്ടുള്ള പടക്കൊമ്പൻ 2ാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 3ാമത്തെ ട്രാക്കിലൂടെ പാർത്ഥസാരഥിയും കടന്നു വരുന്നു. ഗോൾഡൻ ഡീസൽ ട്രേഡിംഗ് ഗുജറാത്ത് UAE സ്പോൺസർ ചെയ്യുന്ന പാർത്ഥസാരഥി കടന്നു വരുമ്പോ പടക്കൊമ്പൻ, അതെ TBC പടക്കൊമ്പൻ നയിച്ചുകൊണ്ട് അങ്ങനെ പടക്കുകൊണ്ട് കടന്നു വരുമ്പോ എന്തൊരു മത്സരമാണ്, എന്തൊരു ആവേശമാണ്. അതെ, ഒപ്പത്തിനൊപ്പമുള്ള മത്സരത്തിന് വേണ്ടി ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് വഞ്ചികളും അങ്ങനെ 2ാമത്തെ ട്രാക്കിലൂടെ പടക്കൊമ്പൻ കടന്നു വരുമ്പോ 3ാമത്തെ ട്രാക്കിലൂടെ പാർത്ഥസാരഥിയും കടന്നു വരുന്നു. ആവേശകരമായിട്ടുള്ള ഒരു മത്സരം. TBC പടക്കൊമ്പനും പാർത്ഥസാരഥിയും അല്ലേ, എത്ര രസകരമായിട്ടാണ് അവരെങ്ങനെ മത്സരിച്ചു വരുന്നത്. ഒരുപക്ഷെ പാർത്ഥസാരഥി നല്ലൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് അങ്ങനെ 3ാമത്തെ ട്രാക്കിലൂടെ കടന്നു പോകുമ്പോൾ ഒപ്പത്തിനൊപ്പം പിടിക്കാൻ സാധിച്ചില്ലെങ്കിലും അല്ലേ, ഒരു വള്ളംകളിയാകുമ്പോൾ ചില സമയത്തൊക്കെ അങ്ങനെ സംഭവിക്കും. പക്ഷേ ഇനിയും അല്ലെ, നേരത്തെ പറഞ്ഞതുപോലെ കടവനാടൊക്കെ മത്സരമുണ്ട്. അത് കഴിഞ്ഞാൽ വേറെ മത്സരങ്ങളൊക്കെ ഉണ്ട്. ആ മത്സരത്തിലൊക്കെ ഞങ്ങൾ പിടിക്കുമെന്ന്
പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ആ ഒരു താളത്തിനൊത്ത് അല്ലെ ആ പുഴകളിലെ ഓളങ്ങൾക്ക് ഒരുമിച്ച് അങ്ങനെ മെല്ലെ മെല്ലെ തുഴയെറിഞ്ഞുകൊണ്ട് ആ മഞ്ഞ ജേഴ്സിയൊക്കെ ഇട്ട് സുന്ദരന്മാരായിട്ടുള്ള ആ ചേട്ടന്മാർ, ആ സഹോദരന്മാർ അങ്ങനെ തുഴയെറിഞ്ഞുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിനെ മുത്തമിടാൻ വേണ്ടി അങ്ങനെ വെമ്പുന്ന ഒരു കാഴ്ച. എത്ര മനോഹരമായ രീതിയിൽ അവര് ആ പടക്കൊമ്പനും അങ്ങനെ കടന്നു പോകുമ്പോ ആറാം പാത മത്സരം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ബിയങ്കായൽ ബോട്ട് റേസിംഗ് ജനകീയ കമ്മിറ്റിയുടെ BBRCയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ജലോത്സവം മേജർ വിഭാഗം ആദ്യ ഗീഡ്സ് മത്സരത്തിൽ ഒന്നാം ട്രാക്കിൽ പറക്കും കുതിരയും, രണ്ടാം ട്രാക്കിൽ അമ്പലപ്പറമ്പനും, മൂന്നാം ട്രാക്കിൽ കായൽ കുതിരയും മത്സരിക്കുന്നു. കായൽ കുതിരയും തമ്മിലുള്ള പ്രൗഢമായ ഒരു മത്സരം. എന്റെ കാണികളെ, ഇത് എന്തൊരു മത്സരമാണ്! ഒപ്പത്തിനൊപ്പം വൈദ്യുത കല്ല് പോലെ തിളങ്ങുന്ന 3 വള്ളങ്ങൾ പുഴയോളങ്ങളെ കീറിമുറിച്ചുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പാഞ്ഞെടുക്കുമ്പോൾ പറക്കും കുതിരയാണോ കായൽ കുതിരയാണോ? ഇതാ നിങ്ങളൊന്ന് കാണൂ, എത്ര മനോഹരമായിട്ടുള്ള മത്സരം! പോരികളം നിറഞ്ഞ കുളമ്പടി ശബ്ദം പോലെ പുഴയുടെ അങ്ങേത്തലയ്ക്കൽ നിന്നും ഉയർന്നു കേൾക്കുന്നില്ലേ? ഇതാ 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 പറക്കും കുതിര, ഇതാ കായൽ കുതിര. ഉജ്ജ്വലമായ പ്രൗഢമായ ഉജ്ജ്വലമായ ഒരു മത്സരം. ഇതൊരു മത്സരമാണോ? ഇതാ ഇതാ നമ്മളുടെ കാലത്തിന്റെ ഘടികാരം, നമ്മളുടെ ഹൃദയമിടിപ്പ് വരെ താളം തെറ്റുന്ന മത്സരം. എന്റെ പ്രിയമുള്ളവരെ, പറക്കും കുതിരയാണോ കായൽ കുതിരയാണോ? ഒപ്പത്തിനൊപ്പം അങ്ങനെ പാഞ്ഞ് പാഞ്ഞ് പാഞ്ഞു വരുന്ന മനോഹരമായിട്ടുള്ള ഒരു മത്സരം. പ്രിയമുള്ളവരെ, നമ്മളുടെ ആ കായൽ കുതിര കടന്നു വരുമ്പോൾ ആ കാണികളോട് പറഞ്ഞതാണ്, ചെറുവള്ളങ്ങൾ നിങ്ങളൊന്ന് ഒതുക്കിയിടുക. വള്ളങ്ങളൊന്ന് ഹലോ ഈ ചെറുവള്ളങ്ങൾ, ഇത് സ്റ്റേജിന്റെ മുന്നിലുള്ള ചെറുവള്ളങ്ങൾ എത്രയും പെട്ടെന്ന് വടക്കേ സൈഡിലേക്ക് മാറ്റണമെന്ന് പോലീസ് അധികാരികളോട് പറയുകയാണ്. പറക്കും കുതിരയിലേക്ക് മാറ്റി പിടിക്കാം. പറക്കുതിര 3 വള്ളങ്ങൾ ഉജ്ജ്വലമായ ഒരു പ്രകടനമാണ്. നല്ലൊരു കയ്യടി. മേജർ വിഭാഗത്തിലെ 3 വള്ളങ്ങളും. മത്സരത്തിന്റെ ഫലപ്രഖ്യാപനം നമ്മുടെ ജഡ്ജ്മെന്റ് ഇവിടെ നൽകുന്നതനുസരിച്ച് ഇവിടെ പറയുന്നതായിരിക്കും. പടക്കൊമ്പൻ, ഈ വള്ളങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിച്ചേരുവാനായിട്ട് ആ ടോസിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ രണ്ടാമത്തെ ട്രാക്കിലൂടെ ജോണി വാക്കർ കടന്നു വരുമ്പോ മൂന്നാമത്തെ ട്രാക്കിലൂടെ കടവനാടനും കടന്നു വരുന്ന ആവേശകരമായിട്ടുള്ള ഒരു മത്സരം. ആ ഒരു വഞ്ചി അവിടെ മുങ്ങിയിട്ടുണ്ട്. എത്രയും വേഗത്തിൽ തന്നെ സുരക്ഷ, ഫയർ ആൻഡ് റെസ്ക്യൂ അനുസരിച്ച് ആ ഫിനിഷിംഗ് പോയിന്റിനെ ജോണി വാക്കർ മത്സരിച്ച് അങ്ങനെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സുന്ദരമായിട്ട് അവരങ്ങനെ മെല്ലെ അവരെ ഫിനിഷിംഗ് പോയിന്റിനെ മുത്തമിട്ട് കോരി അങ്ങനെ അമരക്കാരന്റെ ആ ഒരു മേക്കരുത്ത്, അല്ലെങ്കിൽ അത് വളരെ വേഗത്തിലൂടെ ഇങ്ങനെ കടന്നു വരികയാണ്. കോസ്മോസ് ആണോ വാട്ടർ ജെറ്റ് ആണോ എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഉജ്ജ്വലമായ പ്രൗഢമായ ഒരു മത്സരമാണ് എന്റെ പ്രിയമുള്ളവരെ. ഇത് ഒപ്പത്തിനൊപ്പം കെട്ട് ചാടി പറന്ന് വാട്ടർ ജെറ്റ് കണക്ക് ഇതാ തുഴകളിൽ യന്ത്രം ഘടിപ്പിച്ച ജെറ്റ് അവരൊട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. നീല ജേഴ്സി അണിഞ്ഞ് തലയിൽ വെള്ള കെട്ടൊക്കെ
കെട്ടി അങ്ങനെ ഭടന്മാരെ പോലെ അവര് രണ്ടാമത്തെ ട്രാക്കിലൂടെ കോസ്മോസ് കടന്നു വരുമ്പോൾ വാട്ടർ ജെറ്റ് വെള്ളത്തിലെ ജെറ്റ് പോലെ അവരങ്ങനെ പാഞ്ഞു വരുമ്പോൾ രണ്ടമരക്കാരും നിന്ന് ആഞ്ഞു കുത്തി കോരിയെറിയുമ്പോൾ കോസ്മോസ്, ഞാനിവിടെ സൂചിപ്പിച്ചു, നമ്മളുടെ 5 വള്ളങ്ങളാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ പുത്തൻ വള്ളങ്ങൾ ഇറക്കിയിരിക്കുന്നത്. അതിലൊരു വള്ളമാണ് കോസ്മോസും വാട്ടർ ജെറ്റും തമ്മിലുള്ള മനോഹരമായിട്ടുള്ള മത്സരത്തിന്റെ ഫലം നമ്മളുടെ ബഹുമാനപ്പെട്ട ജഡ്ജസ് നമ്മളെ അറിയിക്കും. അങ്ങനെ അറിയിക്കുന്ന തലത്തിൽ നമ്മൾ അത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അങ്ങനെ വാട്ടർ ജെറ്റും കോസ്മോസും തമ്മിലുള്ള ഉജ്ജ്വലമായ ഒരു മത്സരം. നമുക്കറിയാം, നമ്മളുടെ ഈ പ്രദേശത്ത് 5 ജലരാജാക്കന്മാരാണ് നീരണിഞ്ഞത്. നമ്മളുടെ ജോണി വാക്കർ, കോസ്മോസ്, ചുള്ളിക്കാടൻ, കായൽ കൊമ്പൻ, കായൽമണി, അങ്ങനെ 5 പുതിയ വള്ളങ്ങൾ ഏകദേശം 50 ലക്ഷം രൂപയോളം, അല്ലേ, 50 ലക്ഷം രൂപയോളം ചിലവാക്കിയാണ് ഈ 5 വള്ളങ്ങൾ നമുക്ക് ഇവിടെ കോരിത്തെരിപ്പിക്കാൻ, ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെക്കാൻ ഇവിടെ എത്തിച്ചേർന്നത്. ഏറെ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഈ ജലോത്സവങ്ങളൊക്കെ തന്നെ ഇങ്ങനെ എല്ലാ വർഷവും നടക്കണമെങ്കിൽ ഒരു സാമ്പത്തികമായ വലിയ ഭാരിച്ച ഉത്തരവാദിത്വം ഈ കളിവള്ളങ്ങൾക്കൊക്കെയുണ്ട്. കാരണം ഇതിന്റെ വരിക, അങ്ങനെ ആ കായൽ കൊമ്പൻ, ആ കായലിനെ ഞെടുക്കിക്കൊണ്ട് ആ കായൽ കൊമ്പൻ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള കായൽ കൊമ്പനാണോ മണിക്കൊമ്പനാണോ, ഇതാ നമ്മുടെ മുന്നിലൂടെ 2 കൊമ്പ് കോർത്തുകൊണ്ടുള്ള മത്സരം. മഞ്ഞ ജേഴ്സി അണിഞ്ഞ് 2 അമരക്കാര്, 1-ാം പകായക്കാരന്റെ കുത്തിയേറ്, ആ താളത്തിന്റെ പിന്തുടർച്ച പിൻതലമുറക്കാരിലേക്ക് പകർന്നുകൊണ്ട് അവരങ്ങനെ അയ്യടാ പോയടാ എന്നുള്ള താളത്തിൽ നീല ജേഴ്സിയൊക്കെ അണിഞ്ഞ് അങ്ങനെ നമ്മുടെ കായൽ കൊമ്പനും കടന്നു വരികയാണ്. ഒട്ടും ആവേശം ചോരാതെ, ഒട്ടും ആ വീര്യം വാശിയും കുറയാതെ അവരും അങ്ങനെ മണിക്കൊമ്പനും കായൽ കൊമ്പനും അങ്ങനെ കടന്ന് അങ്ങനെ വരികയാണ്. കായൽ കൊമ്പൻ 3-ാമത്തെ ട്രാക്കിലൂടെയും 2-ാമത്തെ ട്രാക്കിലൂടെ മണിക്കൊമ്പനും കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ആ ഒരു ദൃശ്യം. നമുക്കറിയാം, 800 മീറ്റർ എന്ന് പറയുന്നത് നമ്മളുടെ 100 മീറ്റർ ഉസാൻ ബോൾട്ട്, അല്ലേ, ആ തുടക്കത്തിലെ ശക്തി തന്നെ നമ്മൾ അവസാനം വരെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു മത്സരമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ആ ഒരു മത്സരം ഈ ജലമാമാങ്കം, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു ദൃശ്യ ഭംഗിയുടെ കായികാസ്വാദനത്തിന്റെ ഒരു വലിയ ഫയർഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായാൽ ഉടൻ തന്നെ ആംബുലൻസിന്റെ ടീം അംഗങ്ങളുണ്ട്. അവരൊക്കെ സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. അവർക്കൊക്കെ സ്നേഹപൂർവ്വം ഞങ്ങൾ സല്യൂട്ട് നൽകുന്ന. ഓക്കെ, എല്ലാം വളരെ കൃത്യമായിട്ട് അവര് ഫയർഫോഴ്സിന്റെ ടീം അംഗങ്ങൾ അവരെല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സിന്റെ ഡ്രോമ കെയറിന്റെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവിടെയുണ്ട്. അവരെല്ലാവരും അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അവർക്കത് അറിയാം. എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായ രീതിയിൽ സജ്ജീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മുടെ മത്സര വള്ളംകളി ഇവിടെ ആസ്വദിക്കാനായിട്ട് എത്തിയിട്ടുള്ള സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നവർ, ആ വെള്ളത്തിൽ മുങ്ങി കളിക്കുന്നവരൊന്നും സൈഡിലേക്ക് പാറിപ്പോകണം. അവിടെ രക്ഷാപ്രവർത്തനത്തിന് അവരവിടെ നേതൃത്വം നൽകുന്നുണ്ട്. ഫയർഫോഴ്സും മറ്റുള്ള എല്ലാവരുടെയും സഹായത്തോടുകൂടി. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ കണ്ടതാണ് മത്സര ആ ഒരു ഫിനിഷ് ചെയ്ത് വന്നപ്പോൾ ഒരേ സ്വരം അങ്ങനെ ആ ജലറാണി 3-ാമത്തെ ട്രാക്കിലൂടെ അങ്ങനെ നാരൻകുത്തി കായംകുത്തി ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ ആ ഓറഞ്ച് നിറത്തിലുള്ള ജേഴ്സിയൊക്കെയാണ് ഇന്ന് അവരും കായൽമണിയും അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ബിയ്യൻ കായലിന്റെ സൗന്ദര്യം മുഴുവൻ ആസ്വദിച്ചുകൊണ്ട് ആവാഹിച്ചുകൊണ്ട് അങ്ങനെ കായൽമണിയും ജലറാണിയും തമ്മിലുള്ള 6-ാം പാദ മത്സരം അങ്ങനെ കടന്ന് നമ്മുടെ മുന്നിലൂടെ അങ്ങനെ അയ്യടാ പോയടാ എന്നുള്ള താളത്തില് അങ്ങനെ അവര് പാട്ടൊക്കെ പാടി അങ്ങനെ വഞ്ചിപ്പാട്ടൊക്കെ പാടി അങ്ങനെ കടന്നു വരുമ്പോൾ എൻ്റെ പ്രിയമുള്ളവർ, വഞ്ചിപ്പാട്ടൊക്കെ പണ്ട് കാലത്തായിരുന്നു. കാരണം ഇപ്പോ മത്സരാംശത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉത്സവാംശം നഷ്ടപ്പെടാതിരിക്കാനാണ് ഈ ബിയ്യൻ കായലിൽ ഇതുപോലെ ചെറുപ്പക്കാരൊക്കെ തന്നെ സംഘടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കായൽമണിയും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു പുതിയ വഞ്ചിയാണ് ഈ വർഷം. സുഹൃത്തുക്കളെ,
ബിയ്യങ്കായൽ ജലോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്ക് സാധിച്ചത്. കഴിഞ്ഞ 4 വർഷത്തോളം കാലം ഞങ്ങൾ ഇവിടെ മത്സരിച്ച വള്ളങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിനൊക്കെയായി പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ DTPC മുൻകൈയെടുത്ത് നടത്തേണ്ടിയിരുന്ന ബിയ്യങ്കായയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സജ്ജരാകുകയും ചെയ്തതാണ്. എന്നാൽ മത്സരം നടക്കില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ എൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു.